മെയ് അവസാനത്തോടുകൂടി പുതിയ ഗവൺമെന്റ് UDF അധികാരത്തിൽ വരും. 3 മാസത്തിനുള്ളിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 1-ാം തീയതിക്കുള്ളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് പ്രസവിക്കാനുള്ള സൗകര്യം അവിടെ നമ്മൾ ഉണ്ടാക്കി തരുമെന്ന് ഈ ജനങ്ങളെ സാക്ഷി നിർത്തി നമ്മൾ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ഇത് ഉറച്ച വാക്കാണ്, അതിലൊരു മാറ്റവും ഉണ്ടാകും. ഈ ശബ്ദം കേൾക്കുന്ന ഈ ചുറ്റുപാടിൽ തന്നെ കിഡ്നി രോഗികളായ പലരും ഉണ്ടായേക്കാം. നിങ്ങളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, ആരുമാകാം. 3 ആളുകൾക്കാണ് 3 മെഷീനാണ് മാത്രമാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലുള്ളത്. നിലമ്പൂരുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കയറി നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. നിലമ്പൂർ സർക്കാർ 2 ആശുപത്രികളിലായി 61 ഡയാലിസിസ് മെഷീൻ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ മനുഷ്യർ മുഴുവൻ കഷ്ടപ്പാടിലാണ്. വീട് വിറ്റ്, നാട്ടുകാർ പിരിവെടുത്ത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഇപ്പോഴും ഡയാലിസിസ് ചെയ്യാൻ കൈനീട്ടുന്ന എത്രയോ രോഗികൾ, മുമ്പ് മാന്യമായി ജീവിച്ചവർ ഈ നാട്ടിലുണ്ട്. എൻ്റെ അടുത്ത് നിന്നെ സമീപിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഈ സത്യം. അത് പരിഹരിക്കണം. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 6 മാസത്തിനുള്ളിൽ സർക്കാർ ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ഡയാലിസിസ് മെഷീനെങ്കിലും ഉണ്ടാകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു കോളേജ്, ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത മണ്ഡലമാണ്. ആദ്യത്തെ പണി ആ കോളേജ് നിർമ്മിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കലാണ്. കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടണം. ചാലിയവും ബേപ്പൂരും ഉൾപ്പെടെയുള്ള ഫിഷ് ലാൻഡിംഗ് ഏരിയയിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ നിത്യജീവിതത്തിൽ അവർ നേരിടുന്ന നിരന്തരം നിരവധിയായ വിഷയങ്ങളാണ്. അവരുമായി നേരിട്ട് ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നാടിന്റെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന നിരവധിയായ അമ്മമാരെ ഞാൻ കണ്ടു. പലരും വന്ന് സങ്കടവും കരച്ചിലുമാണ്. പരമാവധി വീടുകൾ നൽകാനുള്ള പദ്ധതികൾ സർക്കാരിന്റെയും നല്ല മനസ്സുള്ള നാട്ടിലെ ജനങ്ങളുടെയും സഹായത്തോട് കൂടിയിട്ട് ആ രീതിയിൽ അവഗണിക്കപ്പെട്ട ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണം. ഇവിടെ ടൂറിസം അല്ല വേണ്ടത്. കിടക്കാൻ കിടപ്പാടവും, രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ആശുപത്രികളും, ഈ പറയുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായിരിക്കും നമ്മൾ മുൻഗണന നൽകുക. ആ മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾ നേരിടുന്ന ഇത്തരം ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ വോട്ടർമാർക്കും ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഒറ്റ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 40-45-50 വർഷമായി നിരന്തരമായി നിങ്ങൾ ജയിപ്പിക്കുന്ന ആ മുന്നണി, ആ നിങ്ങൾ നൽകിയ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ എല്ലാ ഘട്ടത്തിലും വഞ്ചിക്കാൻ മാത്രമാണ് അവര് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ ചൂഷണത്തിനെതിരെ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ചിഹ്നം ഗ്യാസ് കുറ്റിയാണ്, ഗ്യാസ് സിലിണ്ടറാണ്, 6ാമത്തേതാണ്. ഈ ജനങ്ങളെ പറ്റിച്ച ഇതേ സംവിധാനം, ഇതേ ആളുകൾ, ഇതേ നേതാക്കന്മാർ, ഇതേ മന്ത്രിമാർ ജനങ്ങൾ PV അൻവറിന് വോട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോ 4 ഡ്യൂപ്ലിക്കേറ്റ് അൻവർമാരെ അപരന്മാരായി അവതരിപ്പിച്ച് നിങ്ങൾ നൽകുന്ന വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള ശ്രമം, വഞ്ചനയുടെ രാഷ്ട്രീയം ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല കൂർമ്മ ബുദ്ധിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, പേരുകളിലേക്ക് നോക്കാതെ 6ാമത്തെ ചിഹ്നത്തിൽ ഗ്യാസ് സിലിണ്ടർ എവിടെയാണോ കാണുന്നത് ആ ചിഹ്നത്തിന് നേരെ വോട്ടുകൾ ചെയ്ത് ഈ ജനാധിപത്യ മുന്നേറ്റത്തെ നിങ്ങൾ സഹായിക്കണം. അത് ഈ നാടിലൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ കൗൺസിലർ നന്ദി പറയുന്നതാണ്. വളരെ നേരം